പോലെ നരേന്ദ്രമോദിയുടെ ബ്രേക്കിംഗ് ന്യൂസ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഇലക്ഷൻ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും അദ്ദേഹം ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ പിന്നിലായി പോകുന്നത് കുറച്ച് സമയമെങ്കിലും. ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി. എസ് കെ മാവേലിക്കരയിൽ ഇപ്പോൾ UDF കുറച്ച് നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. 4352 വോട്ടിന്റെ ലീഡ്. ഇതാദ്യമായാണ് ഏതാണ്ട് അത്രയും ഒരു ലീഡ് കൊടിക്കുന്നിൽ സുരേഷിനുണ്ടാകുന്നത്. നേരത്തെ 700 800 അങ്ങനെ മാറി മറിഞ്ഞ് കിടക്കുകയായിരുന്നു. ഇപ്പോൾ കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ലീഡ്. ബാരാമുള്ളയിൽ നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ള പിന്നിലാണ്. പാലക്കാട്ട് VK ശ്രീകണ്ഠന്റെ ലീഡ് 20,507 ഉയർന്നിട്ടുണ്ട്. തൃശ്ശൂരിൽ ആകെ 14 റൗണ്ടിൽ 4 എണ്ണമാണ് പൂർത്തിയായത്. അപ്പോഴാണ് 20,000-ൽ പരം വോട്ടുകൾക്ക് സുരേഷ് ഗോപി ലീഡ് ചെയ്യുന്നു എന്ന വിവരം വരുന്നത്. ഇപ്പോൾ പത്തനംതിട്ടയിൽ ആന്റണി ലീഡ് 6169 ഉയർത്തിയിട്ടുണ്ട്. 2ാം റൗണ്ടോടെ പൂർത്തിയായിട്ടുണ്ട്. ആ സമയത്ത് കഴിഞ്ഞ 2019 9,000-ഓളം വോട്ടിന്റെ ലീഡ് അവിടെ ഈ ഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത്രയും ഉയർത്തുന്നില്ല. കോഴിക്കോട് UDFന്റെ ലീഡ് 30,000 കടന്നു. 33,249 എന്ന നിലയിലേക്ക് ഉയർന്നിട്ടുണ്ട്. കംഫർട്ടബിൾ ആണ് അവിടെ ഈ ഘട്ടത്തിലും. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിയുടെ ലീഡ് 39,338 ഉയർന്നിട്ടുണ്ട്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ ലീഡ് 23,438 ഇപ്പോൾ. കർണാടകയിൽ NDA 20 ഇന്ത്യ 8 എന്ന നിലയിലാണ്. KC വേണുഗോപാൽ ആലപ്പുഴയിൽ 13,070 വോട്ടുകൾക്കാണ് ലീഡ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് പുതിയ വിവരങ്ങൾ. നരേന്ദ്രമോദിയുടെ ലീഡ് 21,000 കടന്നു. മലപ്പുറത്ത് TT മുഹമ്മദ് ബഷീറിന്റെ ലീഡ് 56,000 കടന്നിട്ടുണ്ട്. മാവേലിക്കരയിലും UDF നില മെച്ചപ്പെടുത്തുന്നുണ്ട്. അമേഠിയിൽ സ്മൃതി ഇറാനി ഇപ്പോഴും പുറകിലാണ്. 17,775 വോട്ടിനാണ് KL ശർമ്മ അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാവ് ലീഡ് ചെയ്യുന്നത്. കേരളം UDF 17, LDF 1, NDA 2 എന്ന നിലയിൽ തുടരുകയാണ്. തിരുവനന്തപുരത്തെ പുതിയ വിവരം വരാനുണ്ട്. NDA 288, ഡൽഹിയിലേക്ക് പോയാൽ NDA 288, ഇന്ത്യ 224, അത് 31 എന്ന് പറഞ്ഞാൽ ഒരു ഘട്ടത്തിൽ 301-ലേക്കൊക്കെ ഉയർന്നു NDA. പിന്നീട് അത് 290-ലേക്ക് താന്നു. പിന്നീട് അത് 282-ലേക്ക് വന്നു. പിന്നീട് പെട്ടെന്ന് 301-ലേക്ക് വീണ്ടും ഉയർന്നു. ഇപ്പോൾ 288-ലേക്ക് എത്തി നിൽക്കുന്നു. ഇന്ത്യ സഖ്യം 224. നോ ഡൗട്ട് അവിടെ ഗ്രൗണ്ടിൽ ദേശീയ തലത്തിൽ ഇത് ഏകപക്ഷീയമായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നില്ല. ഒരു മോദി വേവിൽ ഒരു മോദിയുടെ അതിശക്തമായ തരംഗം എന്തായാലും ഉണ്ടായിരുന്നില്ല. ഇന്ത്യ സഖ്യം അതിൻ്റെ കരുത്ത് ശക്തമായ രീതിയിൽ അവിടെ ബീഹാറിൽ UP-യിലൊക്കെ അറിയിക്കുന്നു. ഇപ്പോഴും UP-യിലടക്കം അവരുടെ നഷ്ടപ്പെട്ട ഭൂമികൾ തിരിച്ചുപിടിക്കുന്ന പ്രതിപക്ഷ സഖ്യത്തെ നമ്മൾ കാണുന്നുണ്ട്. കോൺഗ്രസ് ആവട്ടെ, അത് സമാജ്വാദി പാർട്ടി ആവട്ടെ. 34 ഇടങ്ങളിലേക്ക് BJP ലീഡ് നിന്ന് നേരത്തെ താഴ്ന്നു നിന്നിരുന്നു. ഇപ്പോൾ എന്താണ് അവസ്ഥ എന്നറിയില്ല. അവിടുന്നൊക്കെ വളരെ മന്ദഗതിയിൽ മാത്രമാണ് പോളിംഗ് പുരോഗമിക്കുന്നത്, അല്ലെങ്കിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത് അറിയാൻ കഴിയുന്നത്. അപ്പോൾ കുറച്ചുകൂടി കഴിയുമ്പോൾ മാത്രമേ ഒരു ഏകദേശ കറക്റ്റ് ചിത്രം ലഭ്യമാകൂ. എന്തായാലും ഇതൊരു ട്രെൻഡ് തന്നെയാണ്, ഇതൊരു സൂചനയാണ്. ആ സൂചന ഏതെങ്കിലും തരത്തിൽ തരംഗമില്ലാത്തതിൻ്റെ സൂചനയാണ്. ഏതെങ്കിലും തരത്തിൽ അപ്രമാദിത്വത്തോടുകൂടി ഒരു പ്രതിപക്ഷം രാജ്യത്തില്ലാത്ത അവസ്ഥയല്ല എന്നുള്ളതിന് ഉറപ്പായുമുള്ള സൂചന. 224 സീറ്റുമായി ഇന്ത്യ സഖ്യം കരുത്തറിയിക്കുന്നു. 288 സീറ്റുമായി NDA ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നു. കേരളത്തിലേക്ക് വന്നാൽ UDF 17, LDF 1, NDA 2. അതിൽ തൃശ്ശൂരിൽ വളരെ പ്രകടമായ വളരെ വ്യക്തമായ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി മുന്നോട്ടേക്ക് പോകുന്നു. തിരുവനന്തപുരത്ത് ഇപ്പോഴും 1000 റേഞ്ചിൽ നിൽക്കുകയാണ് അവിടെ രാജീവ് ചന്ദ്രശേഖരന്റെ ഭൂരിപക്ഷം. കേരളത്തിൽ UDF 17, LDF 1, NDA 2. ആകെ ലോക്സഭയിലേക്ക് പോയാൽ 288, 224, മറ്റുള്ളവർ 31. എന്തായാലും UP-യിലും ബീഹാറിലും അടക്കം ഈ പറഞ്ഞ ട്രെൻഡ് പ്രകടമാണ്. ബീഹാറിലും UP-യിലൊക്കെ നേരത്തെ അചിന്ത്യമാണ്. BJPക്ക് അവരുടെ സീറ്റുകൾ 62 പ്ലസ് അപ്നാദൽ 64 സീറ്റിൽ 2019 നേടിയവരാണ്. അത് 34-ലേക്ക് ആ ലീഡ് താഴ്ന്നു എന്ന് പറയുമ്പോൾ തന്നെ എന്തോ അപകടം NDA ക്യാമ്പ് മണത്തതാണ്. NDA ക്യാമ്പിനെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ചുകൊണ്ട് ഇന്ത്യ സഖ്യം കറുത്ത കുതിരകൾ എന്ന് പറഞ്ഞാൽ പോരാ, അവർ അതിശക്തമായ വലിയ പോരാട്ടം. അതെങ്ങനെയെന്ന് വെച്ചാൽ വാരണാസിയിൽ സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 മണിക്കൂറെങ്കിൽ 2 മണിക്കൂർ പിന്നിൽ, കോൺഗ്രസിന് പിന്നിൽ, അജയറായ്ക്ക് പിന്നിൽ തളച്ചിടാൻ കഴിയുന്ന തരത്തിലേക്ക് അവർ ശക്തി അറിയിക്കുന്നു UP-യിൽ എന്ന് വേണം മനസ്സിലാക്കാൻ. വാട്ട്സ് ഹാപ്പനിങ് എന്നുള്ളത് ഇത് കഴിഞ്ഞുള്ള രാഷ്ട്രീയ വിലയിരുത്തൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. എന്തായാലും UDF 17, LDF 1, NDA 2 കേരളത്തിൽ. നരേന്ദ്രമോദി 21,629 വോട്ടുകൾക്ക് വാരണാസിയിൽ മുന്നിലാണ്. ഇപ്പോൾ അമേഠിയിൽ സ്മൃതി ഇറാനി 17,775 വോട്ടുകൾക്ക് പിന്നിലാണ്. തമിഴ്നാട്ടിൽ CPI-യും CPM-ഉം 2 വീതം സീറ്റുകളിൽ ഇപ്പോഴും ലീഡ് ചെയ്യുന്നുണ്ട്. തിരുപ്പൂർ, നാഗപട്ടണം അവിടെയാണ് CPI ലീഡ് ചെയ്യുന്നത്. ദിണ്ടുകലും മധുരയും CPI-യും ഇപ്പോഴും ലീഡ് ചെയ്യുകയാണ്. തമിഴ്നാട്ടിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ മുന്നേറ്റം പ്രകടമാണ്. തമിഴ്നാട്ടിൽ ഏതാണ്ട് DMK ഇന്ത്യ സഖ്യത്തിൻ്റെ നേതൃത്വത്തിൽ വിജയാഘോഷം തുടങ്ങിയിട്ടുണ്ട്. ദേശീയ തലത്തിൽ 288 എന്ന നില തുടരുന്നു. NDA BJPക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടോ? ഉണ്ടാവില്ല, എന്തായാലും ഒറ്റയ്ക്ക് ഉണ്ടാവില്ല. 250-നടുത്തേ ഉണ്ടാവുള്ളൂ ഇപ്പോൾ ഈ നിലയാണെങ്കിൽ. ഇന്ത്യ സഖ്യം 225, മറ്റുള്ളവർ 30 എന്നതാണ് ദേശീയ തലത്തിലെ ടാലി.
കേരളത്തിലേക്ക് വന്നാൽ UDF 17, LDF 1, NDA 2 എന്ന നില തുടരുകയാണ്. പുതിയ വിവരം തിരുവനന്തപുരത്ത് നിന്ന് വരാനുണ്ട്. എന്താണ് തിരുവനന്തപുരത്തെ സാഹചര്യം എന്ന് പരിശോധിക്കണം. LDF ആലത്തൂരിൽ മാത്രമാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. ബാക്കി നേരത്തെ മാവേലിക്കരയായിരുന്നു ഇടതുമുന്നണിക്ക് ലീഡ് ഉണ്ടായിരുന്നത്. ആ ലീഡ് ഇപ്പോൾ UDF തിരിച്ചു പിടിച്ചിട്ടുണ്ട്. അവിടെ തരക്കേടില്ലാതെ UDF ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട്. മറ്റൊരിടത്തും അങ്ങനെ ചാഞ്ചാടി നിൽക്കുന്ന ലീഡ് പിന്നീടുള്ളത് തിരുവനന്തപുരം മാവേലിക്കര ഈ 2 മണ്ഡലങ്ങളാണ് ചാഞ്ചാടി നിൽക്കുന്ന ലീഡ് ഇപ്പോൾ ഉള്ളത്. ബാക്കിയൊക്കെ ഏതാണ്ട് രാജസ്ഥാനിലെ സിക്കറിൽ CPM സ്ഥാനാർത്ഥി അമറാറാം 27,721 വോട്ടുകൾക്ക് മുന്നിലാണ്. നല്ല ലീഡാണ്. ഒരുപക്ഷെ വിജയത്തിലേക്കൊക്കെ എത്താവുന്ന ലീഡാണ്. നാഗപട്ടണത്ത് CPIയുടെ സെൽവരാജ് V 10,172 വോട്ടുകൾക്ക് മുന്നിലാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി 23,438 ഉയർത്തുന്നു. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ 4,948 വോട്ടുകൾക്ക് മുന്നിൽ. അത്രയും വോട്ടുകൾ ലീഡ് ഉയർത്തുന്നു. അത് ആദ്യമാണ് 1,500 മുകളിലേക്ക്. പിന്നീട് രാജീവ് ചന്ദ്രശേഖർ തിരിഞ്ഞു നോക്കിയിട്ടില്ല, അങ്ങോട്ടേക്ക് ലീഡ് തന്നെയാണ്. രാധാകൃഷ്ണൻ ആലത്തൂരിൽ, കണ്ണൂരിൽ K സുധാകരൻ ലീഡ് 15,588 ഉയർത്തുന്നു. ലക്ഷദ്വീപിൽ ഹംദുള്ള സയ്യിദ് കോൺഗ്രസിന് 639 വോട്ടുകൾക്ക് മാത്രം അവിടെ മുന്നിലാണ്. അപ്പോൾ അതാണ് വോട്ടെണ്ണൽ തുടങ്ങി 2.5 മണിക്കൂർ കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ഏകദേശ സൂചന. ഇതിനൊരു സൂചന എന്ന് ഉറപ്പായും പറയാം. NDA സഖ്യം ദേശീയ തലത്തിൽ 290 സീറ്റുകളുമായി ഒന്നാം സ്ഥാനം നിൽക്കുന്നു. ഇന്ത്യ സഖ്യമാവട്ടെ 224, മറ്റുള്ളവർ 29. അതിഭയങ്കരമായ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ NDAയുടെ BJPയുടെ അപ്രമാദിത്വം, ഒരു അശ്വമേധം, എന്താണ് അവരെ തടുക്കാൻ കഴിയാത്ത 400 പാർ എന്നൊക്കെ പറയുന്ന വലിയ ട്രെൻഡ് എന്തായാലും ഇല്ല എന്നുള്ള കാര്യം ഉറപ്പിക്കാൻ കഴിയുന്ന മണിക്കൂറാണ്. ജയമാർക്ക് പരാജയമാർക്ക് എന്നുള്ളത് അല്പസമയം കൂടി കഴിയുമെങ്കിലും അങ്ങനെ ഒരു ട്രെൻഡ് എന്തായാലും ഇല്ല എന്ന് ഉറപ്പിക്കാൻ കഴിയുന്നതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.